അസ്സലാമു അലൈക്കും ഗായ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിലെടുത്ത ആ ഒരു ലെസണിൻ്റെ നെക്സ്റ്റ് പേജാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നത്. അപ്പം മുന്നേ നമ്മളൊരു ചാപ്റ്റർ എടുത്തിട്ടുണ്ടായിരുന്നു. ചാപ്റ്ററിൻ്റെ നെയിമാണ് അസഫർ, ട്രാവൽ, യാത്ര എന്നുള്ളതാണ് ആ ഒരു ലെസൺ. അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഒരു ഫാമിലി അവരെന്ത് ചെയ്യാണ്, ട്രാവൽ, ഒരു ഫ്ലൈറ്റ് ട്രിപ്പിന് വേണ്ടി റെഡി ആവുകയാണ് അല്ലേ. അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങളും അതിൽ വരുന്ന കുറച്ച് വേർഡ്സുകളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അതൊരു സ്റ്റോറി പോലെയാണ് പറഞ്ഞു പോയത്. ആ ഒരു ടൈമിൽ നടക്കുന്ന ഒരു സ്റ്റോറി, അല്ലെങ്കിൽ ആ നടക്കുന്ന ഒരു സംഭവത്തിനെ ജസ്റ്റ് ഒരു എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ളൊരു സ്റ്റോറി ആയിരുന്നു നമ്മൾ പറഞ്ഞത്. അപ്പം അതിൻ്റെ നെക്സ്റ്റ് പേജാണ് ഇത്. അതായത് പിന്നെ നമ്മൾ എടുത്തിരുന്നത് ഇതായിരുന്നു, സഫർ എന്നുള്ള യാത്ര. ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഒരു ട്രിപ്പ് പോകാൻ റെഡി ആവുന്നതും സൂട്ട് കേസൊക്കെ എടുത്ത് വെച്ച് ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ആക്കുന്നതൊക്കെ പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് പേജിൽ ആ ഒരു സ്റ്റോറി തന്നെയാണ്, ബട്ട് അതൊരു ഹിവാർ പോലെ. അപ്പം അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോൺവെർസേഷൻ നടത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു പേജിലൂടെ പറയുന്നത്. ഓക്കെ, നമുക്കൊന്ന് റീഡ് ചെയ്യാം. അപ്പം എല്ലാവരും വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കാം, അതുപോലെ തന്നെ നന്നായി പഠിക്കാനും ശ്രമിക്കാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാണ്. അൽ ഹിബാർ, ഹിബാർ എന്ന് പറഞ്ഞാൽ കോൺവെർസേഷൻ, ഡയലോഗ് എന്നാണ്. ഓക്കെ, ഷമീല. അപ്പോൾ ഷമീല ആരാന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജാസിം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു എൻജിനീയറിൻ്റെ വൈഫാണ് ഷമീല. ഓക്കെ, ഷമീല പറയാണ് മാസ തുരീദു, ഷമീല പറയാണ് മാസ തുരീദു. അപ്പം ഇതിൻ്റെ തന്നെ മീനിങ്സ് ഇപ്പത്തെ കൊടുത്തിട്ടുണ്ട്. ഷമീല, വാട്ട് ഡു യു വാണ്ട്, വാട്ട് ഡു യു വാണ്ട്, നിനക്ക് എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്. ജാസിം, ഉരീദു അൽ ഹക്കീബ, ഉരീദു അൽ ഹക്കീബ. ജാസിം പറയാണ് ഐ വാണ്ട് ദ സൂട്ട് കേസ്, എനിക്ക് എന്താ വേണ്ടത്, എനിക്ക് സൂട്ട് കേസ് വേണം എന്ന് പറയാണ്. അപ്പോൾ ഷമീല പറയാണ് അൽ ഹക്കീബത്ത് മഅ മുസമ്മിൽ, അൽ ഹക്കീബത്തു മഅ മുസമ്മിൽ. ഷമീല പറയാണ് ദ സൂട്ട് കേസ് ഈസ് വിത്ത് മുസമ്മിൽ, ആ ഒരു സൂട്ട് കേസ് മുസമ്മിലിൻ്റെ അടുത്താണ് ഉള്ളത് പറയാണ്. അപ്പോൾ ജാസിം അൽ ഹക്കീബത്തു മഅ മുസമ്മിൽ, ദ സൂട്ട് കേസ് ഈസ് വിത്ത് മുസമ്മിൽ, മുസമ്മിലിൻ്റെ അടുത്താണ് ഉള്ളത്. അയിന മുസമ്മിൽ, വെർ ഈസ് മുസമ്മിൽ, മുസമ്മിൽ എവിടെയാണ് എന്ന് ജാസിം ചോദിക്കുകയാണ്. അപ്പോൾ ഷമീല പറയാണ് മുസമ്മിൽ അമാമൽ ബാബ്, മുസമ്മിൽ എവിടെയാണ്, മുസമ്മിൽ ഈസ് അറ്റ് ദ ഡോർ, അതായത് ഡോറിൻ്റെ ഫ്രണ്ടിലാണ് ഉള്ളത് ആര്, മുസമ്മിൽ എന്ന് പറയാണ് ഷമീല ജാസിമിനോട്. അപ്പോൾ ജാസിം പറയാണ്, എന്നിട്ട് നെക്സ്റ്റ് ചോദിക്കുകയാണ് കം സഅത്ത് അൽ ആൻ, വാട്ട്സ് ദ ടൈം നൗ, ഇപ്പം സമയം എത്ര ആയും ചോദിക്കുകയാണ്. അപ്പോൾ ഷമീല പറയാണ് അസ്സാഅത്തുൽ ആൻ അസ്സാലിസ, ഇറ്റ്സ് നൗ 3 o'clock, ഇപ്പോൾ ടൈം 3 o'clock ആണെന്ന് പറയാണ്. ജാസിം അസ്സാഅത്തുൽ ആൻ അസ്സാലിസ വത്വാഇറത്തു ഫിൽ ഖാമിസ, ഇറ്റ്സ് 3 o'clock നൗ, ഫ്ലൈറ്റ് ഈസ് അറ്റ് 5. ഇപ്പം 3 o'clock ആണോ, അങ്ങനെയാണെങ്കിൽ ഫ്ലൈറ്റ് എത്രക്കാണ്, 5 o'clockനാണ് എന്ന് പറയാണ്. ഓക്കെ, സൗത്ത് ബുക്ക് സയ്യാർ, ദ കാർ ഹോൺസ്. അപ്പം ഇവർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കാറിൻ്റെ ശബ്ദത്തിലെ ഹോണാണ് കേൾക്കുന്നത്. അപ്പോൾ അതാണ് ഇവിടെ ഈ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത്. ഷമീല പറയാണ് വസലത്തി സയ്യാറ, ദ കാർ ഹാസ് അറൈവ്ഡ്. ഷമീല പറയാണ് കാർ വന്നിട്ടുണ്ട്, കാർ എത്തിയിട്ടുണ്ടെന്ന് പറയണം. അപ്പോൾ ജാസിം അത് റിപ്പീറ്റ് ചെയ്യാണ് വസലത്തി സയ്യാറ, ദ കാർ ഹാസ് അറൈവ്ഡ്, വണ്ടി കാറ് എത്തിയോ എന്ന് ചോദിക്കുകയാണ്. ഹയ്യ ബിന, എന്നിട്ട് ജാസിം പറയാണ് ഹയ്യ ബിന, ലെറ്റ്സ് ഗോ, നമുക്ക് വേഗം ഇറങ്ങാം. ഷമീല ഹയ്യ ബിന ലെറ്റ്സ് ഗോ, ഷമീലയും പറയാണ് നമുക്ക് വേഗം ഇറങ്ങാം, വേഗം പോവുക എന്നുള്ളത്. ഓക്കെ, അപ്പം ഇത്രയാണ് ഈ ഒരു കോൺവെർസേഷനിൽ. അതായത് നമ്മൾ ഓൾറെഡി മുന്നേ പറഞ്ഞ ആ ലെസൺ, അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറി ഇവിടെ അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് പോലെ ഒരു കോൺവെർസേഷൻ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം അത് തന്നെയാണ് ഇവിടെ, റിപ്പീറ്റ് തന്നെയാണ്. ഓക്കെ, അതുകൊണ്ട് ഞാൻ അധികം പറഞ്ഞു പോകുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ നെക്സ്റ്റ് ഇവിടെ ഒരു പേജ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് പുതിയതായിട്ടുള്ള വാക്കുകളും വൊക്കാബുലറികളുമാണ് കൊടുത്തിട്ടുള്ളത്. അൽ മുഫ്രദാത്തു തഅബീറാത്തുൽ ജദീദ, പുതിയ പദങ്ങളും അതുപോലെ തന്നെ നമ്മൾ പ്രയോഗങ്ങളും, തഅബീറാത്ത് പ്രയോഗങ്ങൾ, നമ്മളിങ്ങനെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടല്ലോ, മാസ, കംസ, അങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരു പ്രയോഗങ്ങൾ. ഓക്കെ,
അപ്പം നമുക്കൊന്ന് പറഞ്ഞു പോവാം. സഫർ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഫസ്റ്റ് തന്നെ മുന്നേ പറഞ്ഞു, ചാപ്റ്റർ നെയിമാണ് സഫർ, ട്രാവൽ, യാത്ര. ഓക്കെ, ഇനി നമുക്ക് വാട്ട് എന്തെന്ന് ചോദിക്കണ്ടേ. അപ്പം അതിന് അറബിയിൽ യൂസ് ചെയ്യുന്ന പദമാണ് മാസ. മാസ പറഞ്ഞാൽ വാട്ട് എന്താണെന്നാണ്. ഓക്കെ, അറാദ യുരീദു. അറാദ എന്നുള്ളത് പാസ്റ്റ് ടെൻസ് ആണ്, അതിൻ്റെ പ്രസന്റ് ടെൻസ് ആണ് എന്തെന്ന് യുരീദു. അറാദ യുരീദു എന്ന് പറഞ്ഞതാണ് ടു വാണ്ട്, ഞാൻ ഉദ്ദേശിക്കുന്നു, അല്ലെങ്കിൽ ഹി വാണ്ട്, അവൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളതിനാണ് നമ്മൾ യുരീദു പറയാം. ഓക്കെ, ഇവിടെ ഇനി നെക്സ്റ്റ് അൽ. അൽ എന്ന് പറഞ്ഞാൽ ദ, അതായത് കിതാബ്. കിതാബ് മീൻസ് ബുക്ക് എന്നാണ്. അപ്പം ദ ബുക്ക് എന്ന് പറയണമെങ്കിൽ എന്ത് പറയണം? അൽ കിതാബ്. ഓക്കെ, അപ്പോൾ ദ എന്നുള്ളൊരു മീനിങ്ങിലാണ് ഈ അലിഫ്ലാം അൽ എന്നുള്ളത് വരാം. ഓക്കെ, ഹക്കീബത്ത്. ഹക്കീബത്ത് സൂട്ട് കേസ് ആണ്. ഹക്കീബത്ത് ബാഗിനും ഹക്കീബത്ത് എന്ന് പറയും. പക്ഷെ ഇവിടെ ഈ ഒരു ചാപ്റ്ററിൽ വന്നിട്ടുള്ളത് സൂട്ട് കേസിനാണ്. ഓക്കെ, ഐന വേർ, എവിടെയെന്ന് ചോദിക്കണമെങ്കിൽ നമുക്ക് എന്താ ഐന ചോദിക്കാം. ഐന എവിടെ. അമാം. അമാം മീൻസ് ഇൻ ഫ്രണ്ട് ഓഫ്, ഡോറിന്റെ ഫ്രണ്ടിലാണ് അവൻ വെയിറ്റ് ചെയ്യുന്നതെന്ന് പറയാൻ ഇവിടെ അമാമൽ ബാബ് എന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അമാം മീൻസ് ഇൻ ഫ്രണ്ട് ഓഫ് എന്നാണ്. ഓക്കെ, കം സാഅത്ത്, വാട്ട്സ് ദ ടൈം, സമയം എത്രയെന്ന് ചോദിക്കുകയാണ്. കം സാഅത്ത് ചോദിക്കാം. അൽ ആൻ. അൽ ആൻ പറഞ്ഞാൽ നൗ, ഇപ്പോൾ. ഇപ്പോൾ എന്നുള്ളതിനാണ് എന്ത് പറയാ? അൽ ആൻ എന്ന് പറയാം. അസ്സാഅത്തു സാലിസ. അസ്സാഅത്തു സാലിസ പറഞ്ഞാൽ 3 o'clock. ഇത് തന്നെ നമ്മൾ ചാപ്റ്ററിൽ വേറെ വന്നിട്ടുണ്ട്. അസ്സാഅത്തുൽ ഖാമിസ, അതായത് 5 o'clock. ഓക്കെ, നെക്സ്റ്റ് വാ എന്നുള്ളത് ആൻഡ് എന്നുള്ളതിനുള്ള ഒരു മീനിങ് ആണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? കിതാബ് വ കലം. കിതാബ് വ കലം, അതായത് ബുക്ക് ആൻഡ് പെൻ. ബുക്ക് ആൻഡ് പെൻ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? കിതാബ് വ കലം. ഇവിടെ അപ്പം വാ എന്നുള്ളത് ആൻഡ് എന്നുള്ള മീനിങ്ങിലാണ് വരുന്നത്. ഓക്കെ, ത്വാഇറത്ത് എയറോപ്ലെയിൻ. ത്വാഇറത്ത് എയറോപ്ലെയിൻ. അതുപോലെ നെക്സ്റ്റ് ഫിൽ ഖാമിസ. ഫിൽ ഖാമിസ മീൻസ് അറ്റ് 5. അറ്റ് 5, അതായത് ഫ്ലൈറ്റ് 5 o'clock ആണെന്ന് പറഞ്ഞില്ലേ, ആ ഒരു ഇതാണ് കേട്ടോ ഫിൽ ഖാമിസ. ഹയ്യാബിന പറഞ്ഞാൽ ലെറ്റ്സ് ഗോ, നമുക്ക് വേഗം പോകാം എന്നുള്ള ഒരു മീനിങ്ങിലാണ് ഹയ്യാബിന, ലെറ്റ്സ് ഗോ എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും വാക്കുകളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കുന്നത്. അപ്പോൾ ഈ ഇതിൽ നിങ്ങൾക്ക് അറിയാത്തതുണ്ടാവാം, അല്ലെങ്കിൽ അറിയുന്നതൊക്കെ ഉണ്ടാവാം. അപ്പോൾ എന്തായാലും അറിയാത്ത പുതിയ വാക്കുകൾ നിങ്ങൾക്ക് ഈ ഒരു ഇതിലൂടെ കിട്ടുകയാണെങ്കിൽ അതെന്തായാലും നിങ്ങൾ എഴുതി വെച്ച് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ അറബി പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡെയിലി ഒരു എന്തെങ്കിലും ഒരു ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും അറബി പുസ്തകങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു പേജ് അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് എങ്കിലും ഡെയിലി റീഡ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അതുപോലെ അതിലൂടെ പുതിയതായിട്ട് അറിയുന്ന വാക്കുകളൊക്കെ എഴുതി വെച്ചുകൊണ്ട് പഠിക്കാൻ ട്രൈ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം യൂട്യൂബിലൊക്കെ കുറേ വീഡിയോസ് ഉണ്ട്, അപ്പോൾ അറബിയിലുള്ള വീഡിയോസുകളൊക്കെ ഉണ്ടാവല്ലോ, അറബിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസ്, അതൊക്കെ കാണാൻ ശ്രമിച്ചാൽ തന്നെ നമുക്ക് നന്നായിട്ട് അറബി പഠിക്കാൻ പറ്റും. അപ്പം എന്തായാലും നിങ്ങൾ അറബി പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് എന്തായാലും ട്രൈ ചെയ്യുക, എന്നാൽ മാത്രമേ നമുക്ക് പഠിക്കാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പം ഇതിൻ്റെ നെക്സ്റ്റ്, അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇതിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് കുറച്ച് ആക്ടിവിറ്റീസാണ്, അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ എന്തായാലും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ കണ്ടുകൊണ്ട് പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.